എങ്ങനെയാണ് ഇതുപോലെയുള്ള ഭംഗിയുള്ള പോസ്റ്ററുകൾ വളരെ എളുപ്പം ഫോണിൽ ഉണ്ടാക്കാൻ പറ്റുക എന്നാണ് നമ്മൾ ഈ വീഡിയോനകത്ത് പറയാൻ പോകുന്നത്. പോസ്റ്ററുകളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് മുന്നേ ഉണ്ടാക്കിയൊരു പോസ്റ്ററായിരുന്നു. എങ്ങനെയായിരിക്കും ഇങ്ങനെയുള്ള പോസ്റ്ററുകൾ ഉണ്ടാക്കുക എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിനകത്ത് മലയാളം ഇമേജ് ട്രോൾ മേക്കർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇൻ്റർഫേസ് ഏകദേശം ഈ ഒരു രൂപത്തിലാണ് ഉണ്ടാകുക. ചിലപ്പോൾ ഒന്നോ രണ്ടോ പരസ്യങ്ങളൊക്കെ മുകളിൽ ആദ്യം കാണിക്കാം. അത് കഴിഞ്ഞ് അതിൻ്റെ താഴെ ഭാഗത്ത് പ്ലസ് എന്ന് പറയുന്നൊരു സിമ്പലുണ്ട്. നിങ്ങൾക്കത് വീഡിയോയിൽ കാണാൻ പറ്റും. താഴെയായിട്ട് പ്ലസ് എന്ന് പറയുന്നൊരു സിമ്പലുണ്ട്, കണ്ടോ? ആ സിമ്പലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. അവിടെ വിവിധ ഫോർമാറ്റുകൾ അവൈലബിൾ ആണ്. സ്ക്വയർ, ലാൻഡ്സ്കേപ്പ്ഡ്, ഫുൾ സ്ക്രീൻ, അങ്ങനെയുള്ള വിവിധ ഷേപ്പുകൾ മുകളിൽ നിങ്ങൾക്ക് കാണാം. ആ സ്ക്വയറാണ് നമ്മളിപ്പോൾ പോസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സ്ക്വയറിനകത്താണ് ഇപ്പോൾ കൂടുതൽ പോസ്റ്ററുകളൊക്കെ വരുന്നത്. കാരണം നമുക്ക് വാട്സപ്പിലൊക്കെ സ്ക്വയർ സൈസ് ആയതുകൊണ്ട്. ഇവിടെയുള്ള ടൂളുകൾ ഏറ്റവും മുകളിൽ ആഡ് ടെക്സ്റ്റ്, ആഡ് ഇമേജ്, ഇത് രണ്ട് ടൂളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ന്യൂ ലെയർ എന്ന് പറയുന്നൊരു ടൂള്. അതാണ് നമ്മൾ ഒരു രീതിയിൽ ഏറ്റവും കൂടുതൽ പോസ്റ്ററിനകത്ത് ഈ ആപ്ലിക്കേഷനകത്ത് ഉപയോഗിക്കുന്ന വേറൊരു ടൂള്. പിന്നെ അതിൻ്റെ അടുത്ത് സൈസ് ആണ്. സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ പോസ്റ്ററിൻ്റെ സൈസ് കൂട്ടാനും കുറക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അടുത്തത് എഡിറ്റ് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. നമുക്ക് മറ്റ് ടൂളുകൾ പരിചയപ്പെടുന്നതിന് മുമ്പ് ഒരു പോസ്റ്റർ എങ്ങനെയാണ് ചെയ്തത് എന്ന് ബേസിക്കലി നോക്കാം. നാട്ടുപച്ച എന്ന് പറഞ്ഞ് മുന്നേ തയ്യാറാക്കി ഈ പോസ്റ്റർ എങ്ങനെയാണ് ചെയ്തത്, ഇതിൽ എന്തൊക്കെയാണുള്ളതെന്ന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. നാട്ടുപച്ചയുടെ പരിപാടിയുടെ കുറച്ച് ഫോണ്ടുകളും അതിൻ്റെ കൂട്ടത്തിൽ പിന്നണിയിൽ ഒരു ചിത്രവുമാണ് ഉള്ളത്. ബാക്ക്ഗ്രൗണ്ട് പിക്ചർ എന്ന് പറയും. ആ ബാക്ക്ഗ്രൗണ്ട് പിക്ചറും ആ ഫോണ്ടുകളാണ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് പിക്ചറുകൾ സെലക്ട് ചെയ്യുക, എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് പിക്ചറുകൾ എടുക്കുക എന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇതിപ്പോൾ വെള്ള നിറത്തിലുള്ളൊരു ക്യാൻവാസ് മാത്രമാണ് നമുക്കുള്ളത്. അപ്പം നമുക്ക് അതിന് വേണ്ടി ബാക്ക്ഗ്രൗണ്ട് പിക്ചർ എടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഗൂഗിൾ ക്രോം ബ്രൗസർ ഉപയോഗിച്ചിട്ട് നമ്മളുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട നാട്ടുപച്ച ഒരു പച്ചക്കറിത്തോട്ടത്തിൻ്റെ ഒരു മത്സരമായിരുന്നു അത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാവുന്ന ഏതെങ്കിലും ഒരു ചിത്രം നമ്മൾ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ടൊമാറ്റോ എന്നാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ടൊമാറ്റോ എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളിനകത്ത് വരുന്ന എല്ലാ ടൊമാറ്റോയുടെ ചിത്രങ്ങളും യൂസേജ് റൈറ്റ്, കോപ്പി റൈറ്റ് ഇല്ലാത്ത ചിത്രങ്ങളാണ്. അതായത് നമുക്ക് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ അനുവദനീയമല്ലാത്ത ചിത്രങ്ങളാണ്. നമുക്കപ്പോൾ യൂസേജ് റൈറ്റ് എങ്ങനെ ഇല്ലാതെ, യൂസേജ് പ്രശ്നങ്ങളില്ലാത്ത, കോപ്പി റൈറ്റ് ഇഷ്യൂസ് ഇല്ലാത്ത ചിത്രങ്ങൾ എങ്ങനെ എടുക്കാം എന്നാണ് നമ്മൾ ഈ സെർച്ചിനകത്ത് ഈ ഭാഗത്ത് പറയുന്നത്. നിങ്ങളൊരു ഇമേജ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ടൂൾസ് എന്ന് കാണാൻ പറ്റും. ടൂൾസിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഒരു വിൻഡോ കൂടെ ഓപ്പൺ ആയി വരും. അവിടെ യൂസേജ് റൈറ്റ് എന്ന ഭാഗത്ത് ലേബൽ ഫോർ റീയൂസ് വിത്ത് മോഡിഫിക്കേഷൻ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമേജുകൾ ഇപ്പോൾ താഴെ വന്നതൊക്കെ ചേഞ്ച് ആയിട്ട് വീണ്ടും വരും. അതായത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാം, വീണ്ടും അത് എഡിറ്റ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ആ ചിത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് കോപ്പി റൈറ്റ് ഇഷ്യൂസ് ഉണ്ടാകാത്തവയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ടൊമാറ്റോയുടെ ഒരു പിക്ചർ എടുത്തു, അത് ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ നമുക്ക് പറ്റാവുന്ന കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു 2-3 ചിത്രങ്ങൾ എടുത്ത് വെക്കാം. നമ്മൾ വീണ്ടും നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് വന്നു. ആപ്ലിക്കേഷനിൽ വരുന്ന സമയത്ത് നമ്മൾ ന്യൂ ലെയർ എന്ന് പറയുന്ന ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് ആഡ് ഇമേജ് എന്ന് പറയുന്ന ആഡ് ഇമേജിനകത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചില ഇമേജസ് അവിടെ അവൈലബിൾ ആയി കാണാം. ആ ഇമേജിൻ്റെ അകത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള ഇഷ്ടമുള്ളൊരു ചിത്രം എടുക്കാം. നമ്മളിപ്പോൾ ഒരു തക്കാളിയുടെ ഒരു ചിത്രം, വെള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ചിത്രം സെലക്ട് ചെയ്ത് നോക്കി. അടുത്തൊരു ചിത്രം നമുക്ക് കയ്യിലെടുത്ത് വെച്ച ഏത് ചിത്രമാണോ നമ്മളുടെ പോസ്റ്ററിന് അനുയോജ്യമായത് എന്ന് നമ്മുടേതായിട്ടുള്ളൊരു ക്രിയേറ്റീവ് സെൻസിൽ വേണം നമ്മളത് ചിന്തിച്ച് മനസ്സിലാക്കിയെടുക്കാൻ. അപ്പോൾ ഈ ഒരു ചിത്രം എടുത്ത സമയത്ത് നമുക്ക് കുറച്ച് മുകളിലും താഴെയും ബാക്ക്ഗ്രൗണ്ടൊക്കെ വൈറ്റായിട്ട് കാണുന്നുണ്ട്, മുഴുവനായിട്ട് ഫില്ലായിട്ടില്ല. അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് അഡ്വാൻസ്ലി കട്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റം കൂടെ അതിനകത്തുണ്ട്. നമ്മളത് 1:1 എന്ന ഫോർമാറ്റിൽ കട്ട് ചെയ്ത് നമ്മൾ വീണ്ടും വലിച്ച് വലുതാക്കിയിടുന്ന സമയത്ത് അത് ഫില്ലായി. ഇപ്പോൾ ആ ഒരു ക്യാൻവാസിൽ ഫില്ലായി കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ബോറില്ലാതെ കാണാൻ പറ്റും. നമുക്ക് ഈ ചിത്രം മാറ്റിയിട്ട് വേറൊരു ചിത്രം ചേഞ്ച് ചെയ്യണം. അപ്പോൾ ചേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ അതിനകത്തുണ്ട്. ആ ചിത്രത്തിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിനകത്ത് ഓപ്ഷൻസ് വരും. ആ ഓപ്ഷൻസിനകത്ത് നമ്മൾ ചിത്രം ചേഞ്ച് ചെയ്യണം. വൈറ്റ് തക്കാളി, വെള്ള നിറത്തിൽ ബാക്ക്ഗ്രൗണ്ടുള്ള തക്കാളി നമ്മൾ അതെടുത്തു.
അത് നമ്മൾ 1:1 സ്ക്വയർ റേഷ്യോനകത്ത് കട്ട് ചെയ്ത് നമ്മുടേതായിട്ടുള്ളൊരു വലിപ്പത്തിൽ, അത് മുഴുവനായിട്ട് വേണോ പകുതി വേണോ എങ്ങനെ വേണമെന്നുള്ള നമ്മുടേതായിട്ടുള്ളൊരു ക്രിയേറ്റിവിറ്റിയിൽ നമ്മളതിനെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. നമ്മൾ ആ ചിത്രം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലത്തെ ശരി ടിക്ക് അടിക്കുക. അപ്പോൾ ചിത്രം അവിടെ ക്യാൻവാസിൽ വന്നു. നമുക്കതിനെ ചിത്രം ക്യാൻവാസിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ടെക്സ്റ്റ് കൊടുക്കുകയാണ്. ആഡ് ടെക്സ്റ്റ്, ഏറ്റവും മുകളിലത്തെ ആഡ് ടെക്സ്റ്റ് കൊടുത്തു. നാട്ടുപച്ച എന്ന് പറയുന്ന ഹെഡിങ് നമ്മൾ അതിൻ്റെ മുകളിൽ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അത് ടൈപ്പ് ചെയ്തു. ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് മലയാളം എന്ന ഏറ്റവും മുകളിലത്തെ ഹെഡിങ്ങിൽ അവിടെ മലയാളം എന്ന് തന്നെയാണ് എന്ന് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ നമ്മൾ ടെക്സ്റ്റിൻ്റെ അകത്ത് നമുക്ക് വിവിധ തരത്തിലുള്ള ഫോണ്ടുകൾ കിട്ടുന്നതിന് പ്രശ്നങ്ങളുണ്ടാകും. നമ്മൾ ആ ടെക്സ്റ്റ് ഉൾപ്പെടുത്തി നമുക്കിതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഫോണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തു. ഫോണ്ടിനകത്ത് നമുക്ക് നോക്കിയാൽ വിവിധ ഫോണ്ടുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. നമുക്ക് കൂടുതൽ ഫോണ്ട് വേണമെങ്കിൽ അവിടെ ഡൗൺലോഡ് ചെയ്യാം. അതിനകത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോണ്ടുകൾ കാണാം. നമ്മളൊരു ഫോണ്ട് സെലക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ പൊസിഷൻസ് നമ്മൾ പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തു. അതിൻ്റെ വലിപ്പം അഡ്ജസ്റ്റ് ചെയ്തു. പോസ്റ്റിനകത്ത് പ്രധാനപ്പെട്ടത് നമ്മളുടെ പ്രധാന വാചകങ്ങൾ, പ്രധാന ഹെഡിങ്ങുകൾ വലിയ വലിപ്പത്തിലും ചില വാക്കുകളൊക്കെ ചെറിയ വലിപ്പത്തിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് അപ്പം കളറിൻ്റെ ഫോർമാറ്റ് വന്നു. അപ്പോൾ നമുക്കതിന് അനുയോജ്യമായിട്ടൊരു കളർ, ചുവപ്പ് കളർ നമ്മളതിൽ ക്ലിക്ക് ചെയ്തു. അടുത്തത് ടെക്സ്റ്റ്, ആ ടെക്സ്റ്റിനകത്ത് ഒരു അണ്ടർലൈൻ കൊടുക്കുകയാണ്. അപ്പോൾ ടെക്സ്റ്റ് ഫ്ലോ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് അണ്ടർലൈൻ കൊടുക്കാനുള്ള ഓപ്ഷൻസ് അവിടെ കാണാം. അടുത്തതായിട്ട് നമ്മൾ വീണ്ടും ന്യൂ ലെയർ ക്ലിക്ക് ചെയ്ത് ആഡ് ടെക്സ്റ്റ് എന്ന രീതിയിൽ ഫോട്ടോഗ്രാഫി മത്സരം എന്ന ടെക്സ്റ്റ് കൂടെ വളരെ ചെറുതാക്കി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഫോട്ടോഗ്രാഫി എന്ന് ടൈപ്പ് ചെയ്ത് ഫോട്ടോഗ്രാഫി മത്സരം എന്ന് ടൈപ്പ് ചെയ്ത് ആ ഫോണ്ട് സെറ്റ് ചെയ്തിട്ട് ഫോണ്ട് കൊണ്ടുവന്ന സമയത്ത് നമ്മൾ പഴയ ഫോണ്ടിൻ്റെ അതേ സ്റ്റൈലും അതേ കളറാണുള്ളത്. അപ്പോൾ അത് ചേഞ്ച് ചെയ്യണം. ഫോണ്ട് എന്ന് ക്ലിക്ക് ചെയ്തു. നമ്മൾ വളരെ ചെറിയ ഫോണ്ട് ടൈപ്പ് എടുത്ത് അതിൻ്റെ ഏത് ഭാഗത്താണ് യോജിച്ചത് ആ ഭാഗത്ത് വെച്ചു. അതോടൊപ്പം കളർ ബ്ലാക്ക് ആക്കി, കുറച്ചും കൂടി ബ്ലാക്കാണ് വൈറ്റിൽ ചെറിയ ഫോണ്ടുകൾ വളരെ എളുപ്പം കാണുക. നമുക്ക് മത്സരത്തുക, സമ്മാനത്തിന് 5000 രൂപയുടെ സമ്മാനമുണ്ട് എന്ന രീതിയിൽ നമ്മൾ ചില രൂപയുടെ സിമ്പിൾസൊക്കെ ഉപയോഗിച്ചിട്ട് വാക്കുകൾ പരമാവധി ചുരുക്കിക്കൊണ്ട്, അക്ഷരങ്ങളൊക്കെ പരമാവധി ചുരുക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഫോണ്ടുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിപ്പം കൂട്ടിയിട്ടും മറ്റു ഫോണ്ടുകൾ വലിപ്പം കുറച്ചിട്ടുമൊക്കെ സെറ്റ് ചെയ്യണം. അതോടൊപ്പം നമ്മൾ കലാസാംസ്കാരിക സമിതി എന്നുള്ളൊരു പേര് കൂടെ അതിൻ്റെ അടിയിൽ ആരാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് എന്ന ഡീറ്റെയിൽസ് കൂടെ അടിയിൽ വെക്കുകയാണ്. അടിയിൽ വെക്കുന്ന സമയത്ത് മറ്റൊരു ടൂൾ കൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നമുക്ക് ഇതിപ്പം കലാസാംസ്കാരിക സമിതി എന്നുള്ള ഫോണ്ട് ഏകദേശം അതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്താണ്. നമുക്ക് ഏറ്റവും താഴത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ഫ്ലോ എന്ന് പറയുന്ന ഓപ്ഷനകത്ത് ടെക്സ്റ്റ് ബോട്ടം, ടോപ്പ്, സെൻറ്റർ എന്ന രീതിയിലുള്ള ഓപ്ഷൻസുകളുണ്ട്. ആ ഓപ്ഷൻസിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഭാഗത്തേക്ക് വെക്കാം. അത് ലെഫ്റ്റ് സൈഡ് ആക്കാം, റൈറ്റ് സൈഡ് ആക്കാം, സെൻറ്റർ ആക്കാം, ടോപ്പിൽ സെൻറ്റർ ആക്കാം, ടോപ്പിൽ റൈറ്റിൽ സെൻറ്റർ ആക്കാം. അങ്ങനെ പല രീതിയിൽ അതിൻ്റെ ഫോണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ അത് താഴെ ബോട്ടത്തിൽ സെൻറ്റർ ആക്കിയിട്ട് നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്തു. അടുത്തതായിട്ട് നമ്മളിത് സേവ് ചെയ്യണം. സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിയിൽ സേവ് എന്നൊരു ബട്ടൺ കാണാം. അപ്പോൾ സേവ് ആസ് എ HD ഹൈ ഡെഫിനിഷൻ ഇമേജ് എന്ന രീതിയിൽ തന്നെ സേവ് ചെയ്യണം. അപ്പോഴാണ് നമ്മളുടെ ഇമേജിന് ക്വാളിറ്റി ഉണ്ടാവും. അങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ചിത്രം നമുക്ക് അവിടെ കാണാൻ പറ്റും. നമുക്ക് പിന്നെ അത് ഫേസ്ബുക്കിനകത്തേക്കോ വാട്സപ്പിനകത്തേക്കോ മറ്റോ ഷെയർ ചെയ്യാം. ഈ വീഡിയോയിൽ ഏറ്റവും ബേസിക്കായിട്ട് ചിത്രങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് പോസ്റ്ററുകൾ ഉണ്ടാക്കുക എന്നതിൻ്റെ ഏറ്റവും ബേസിക് കാര്യങ്ങളാണ് പഠിപ്പിച്ചത്. പോസ്റ്ററുകൾക്കകത്ത് വിവിധങ്ങളായിട്ടുള്ള സ്റ്റൈലുകളുണ്ട്. ആ സ്റ്റൈലുകൾക്ക് ഒരു വീഡിയോനകത്ത് നമുക്കത് പറഞ്ഞുതരാൻ പ്രയാസമുണ്ട്. ഇല്യൂസ്ട്രേഷൻ സ്റ്റൈലുകൾ, PNG സ്റ്റൈലുകൾ, അങ്ങനെയുള്ള വിവിധ സ്റ്റൈലുകൾ, അതേപോലെ അതിൻ്റെ പ്രധാനപ്പെട്ട മറ്റു പല ടൂളുകൾ, ഇങ്ങനെയുള്ള ടൂളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ടൂളുകൾ, ഫ്രെയിം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും വീഡിയോകൾക്കകത്ത് നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അത്തരത്തിൽ ചെയ്തിട്ടുള്ള ചില പോസ്റ്ററുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.